സാർ, അമ്പലപ്പുഴ മണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായ കടലാക്രമണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ, വിയാനി, നീർക്കുന്നം, കാക്കാഴം, ആനന്ദേശ്വരം, പുന്തല തുടങ്ങിയ ഭാഗത്തെല്ലാം വലിയ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സാർ, ഇപ്പോൾ നിരവധി വീടുകൾ പോയി. പുന്നപ്ര ഫിഷ് ലാൻഡിംഗ് സെൻറ്റർ അപകടത്തിലാണ്. സാർ, മാത്തേരി, പുന്തല ഭാഗത്ത് പഴയ കടൽഭിത്തിയുടെ മുകളിലൂടെ തിരയടിച്ച് മണ്ണ് വലിച്ച് വീടുകൾ നാശമുണ്ടാകുന്ന സാഹചര്യമാണ്. പുന്നപ്ര, വിയാനി, ഫിഷ് ലാൻഡ് എവിടെയെല്ലാം BMBC റോഡ് ഉൾപ്പെടെ തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. സാർ, ഇപ്പോൾ കാക്കാഴം, നീർക്കുന്ന ഭാഗത്ത് കിഫ്ബിയുടെ ഫണ്ട് 2022 അനുവദിക്കപ്പെട്ടതാണ്. അവിടെ 13 പുലിമുട്ടാണ് ഫേസ് 2 നിർമ്മിക്കേണ്ടത്. അവിടെ ഇപ്പോൾ പാറയുടെ പ്രശ്നമുണ്ട്. അവിടെ റീഡിസൈൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ കോന്നിയിൽ ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ അവിടെയുള്ള സ്ഥലത്ത് പാറ ഇരിപ്പുണ്ട്. അപ്പോൾ റവന്യൂ വകുപ്പ്, അതുപോലെ ആരോഗ്യവകുപ്പ്, ജലവിഭവ വകുപ്പ്, 3 വകുപ്പ് കൂടി ചേർന്ന് കൂടിയാലോചിച്ച് ആ പാറ ലഭ്യമാക്കിയാൽ നമുക്കിവിടെ നിർമ്മിക്കാൻ കഴിയും. സാർ, മാത്തേരി, പുന്തല ഭാഗത്ത്, ആനന്ദേശ്വരം ഭാഗത്തും അതുപോലെ പുന്നപ്ര മുതൽ വടക്കോട്ട് ഭാഗത്ത് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞതാണ്. ആ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി അവിടെ ഫണ്ട് അനുവദിച്ച് അവിടെ പുലിമുട്ട് നിർമ്മിക്കാൻ കഴിയണം. ഈ തീരത്ത് ധാരാളം നമുക്ക് VS ഗവൺമെൻറ് സമയം തൊട്ട് കുറച്ച് നിർമ്മിക്കാൻ കഴിഞ്ഞുവെങ്കിലും ഈ പറയപ്പെട്ട സ്ഥലത്ത് എല്ലാ വർഷവും രൂക്ഷമായ ആക്രമണം ഉണ്ടാകുന്ന സ്ഥലമാണ്. ഈ വർഷം 10ഓളം വീടുകൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇനിയുള്ളത് ഒരു വലിയ ലെയറാണ്. 100 കണക്കിന് വീടുകൾ നഷ്ടമായി പോകുന്നുള്ളതുകൊണ്ട് അടിയന്തര സ്വഭാവത്തിൽ ഈ അനുവദിക്കപ്പെട്ട ഫണ്ട് പൂർത്തിയാക്കാനും പുതിയ ഈ പറഞ്ഞ ഭാഗത്ത് നിർമ്മിക്കാൻ ആവശ്യമായ ഫണ്ട് അനുവദിക്കണം. തീരസംരക്ഷണത്തിൽ കുറച്ച് പ്രവർത്തികൾ നടന്നു വരുന്നൊരു പ്രദേശമാണ് സലാം പ്രതിനിധീകരിക്കുന്ന അദ്ദേഹത്തിൻ്റെ നിയോജകമണ്ഡലത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ. എന്നാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായ പ്രശ്നങ്ങൾ, അതിരൂക്ഷമായ കടലാക്രമണം മൂലം ഉണ്ടായ ബുദ്ധിമുട്ടുകളാണ് ഇവിടെ MLA സൂചിപ്പിച്ചത്. അതിൽ ഈ മത്തേരി ടു പൂന്തല, പുന്നപ്ര ടു ആലപ്പുഴ എന്നീ സ്ഥലങ്ങളിൽ അവിടെ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞ് അവിടെ പുലിമുട്ട് നിർമ്മിക്കുന്നതിന് ആവശ്യമായ നടപടിയാണ് അടിയന്തരമായി അദ്ദേഹം ആവശ്യപ്പെട്ടത്. അതിൻ്റെ പ്രവർത്തികൾ പുരോഗമിച്ചു വരികയാണ്. അത് തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ മാസത്തിലുണ്ടായ കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് ഈ മേഖലയിൽ വീടുകൾക്ക് നാശം സംഭവിച്ചു എന്നറിയുന്ന സന്ദർഭത്തിൽ തന്നെ അടിയന്തരമായി 30 ലക്ഷം രൂപയുടെ പ്രവൃത്തിക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. അതും ആ തലത്തിൽ പെട്ടെന്ന് നിർവഹിക്കാൻ കഴിയുന്ന സ്ഥിതിയാണ് ഉള്ളത്. അതോടൊപ്പം കിഫ്ബി ഫണ്ട് അനുവദിക്കപ്പെട്ട കക്കാഴം നിർമ്മാണം പ്രദേശത്ത് അവിടെ റീഡിസൈൻ ചെയ്ത് വന്നു. പാറ ലഭ്യമാകാനുള്ള പ്രശ്നമാണ് രൂക്ഷമായിട്ടുള്ളത്. അത് വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായി ആലോചിച്ച് ലഭ്യമാകുന്ന സ്ഥിതിയിൽ അത് അവിടെ എത്തിച്ച് പണി ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്നത്ര ശ്രമിക്കുന്നു.